ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അന്നേരം പെട്ടെന്ന് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് എനിക്ക് വലിയ ഒരു ടാസ്ക് കേട്ടോ, എൻ്റെ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് നിങ്ങൾക്ക് കൂടെ ഉപകാരമാവട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഇനിയുള്ള ജനറേഷന് വേണ്ടിയിട്ടാണ്. പഴയ ആൽബം, അതായത് ഞങ്ങളുടെ എൻഗേജ്മെൻറ്റിൻ്റെ ആൽബമാണിത് കേട്ടോ. ഞാനൊന്ന് ഓടിച്ച് കാണിച്ചു തരാം. കുറേ ഫോട്ടോസുകളും ഒക്കെ ആയിട്ട്. ഇത് ശരിക്കും ഇതുപോലെ ഒരു കല്യാണ ആൽബം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എന്തിനാണ് വെച്ചിരിക്കുന്നതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ആരും നോക്കാറില്ല. അത് അലമാരിയിൽ പൂട്ടി എവിടെയോ ഒരു പൊടി പിടിച്ച് കിടപ്പുണ്ട്. ഞാനാണ് നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ വല്ലപ്പോഴും അതൊക്കെ ഒന്ന് തുറന്ന് നോക്കും. പൊടി തട്ടിയൊക്കെ ചെയ്യാറുണ്ട്. ഇതെല്ലാം ഇളകിപ്പോയി. ഇത് ഞങ്ങൾ ഡൽഹിയിലെ ഫോട്ടോ ആണ്. അപ്പോൾ പഴയ ഫോട്ടോകളൊക്കെ കാണുമ്പോൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ പല കാര്യങ്ങളും എന്തൊക്കെയോ ചെയ്തില്ല എന്നൊക്കെ ഒരു തോന്നൽ ഈ സമയങ്ങളിലൊക്കെ നമുക്ക് തോന്നും. അയ്യോ അന്നത്തെ സമയത്ത് ഇത് ചെയ്തില്ലല്ലോ, അത് ചെയ്തില്ലല്ലോ, ഇങ്ങനെ ചെയ്യാമായിരുന്നു. അത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ ചിന്തിക്കാതിരിക്കുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾക്ക് ആ ഒരു സിറ്റുവേഷനിൽ നമ്മളെ കൊണ്ട് അതേ പറ്റുള്ളൂ. ആ സിറ്റുവേഷൻ അങ്ങനെയാണ്. ആ ഒരു കാലഘട്ടം എന്ന് വെച്ചാൽ ആ ഒരു ഇയറിൽ, ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണോ അതായിരിക്കില്ല കുറേ വർഷം കഴിഞ്ഞ് നമ്മളുടെ മക്കളൊക്കെ വലുതായിട്ടൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന സിറ്റുവേഷനും വേറെ ആയിരിക്കും, കുറേ ഇയേഴ്സിന് അപ്പുറം. അതുപോലെ തന്നെയാണ് ഞാൻ ബാക്കോട് ചിന്തിക്കുമ്പോൾ. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് മൊബൈലുകളോ ഇങ്ങനെയൊന്നുമില്ല. ഞാൻ ചിന്തിക്കും, അന്ന് കോളേജിൽ മൊബൈലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു എന്നൊക്കെ ചിന്തിച്ച് പോകാറുണ്ട്. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ആൽബത്തിനെ ഇപ്പോഴും തുറന്നു നോക്കണം, പൊടി തട്ടണം എന്ന് വെച്ച് അത്യാവശ്യം ഉള്ളത് മാത്രം എടുത്തുകൊണ്ട് നമുക്കൊരു ചെറിയൊരു മെമ്മറി ആക്കിയിട്ട് നമുക്ക് വാളിൽ ഫിക്സ് ചെയ്താൽ എങ്ങനെ നന്നായിരിക്കും എന്നൊരു തോന്നൽ വന്നു. കല്യാണ ആൽബം അതുപോലെ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. എനിക്കിങ്ങനെ പഴയ ഫോട്ടോസുകളൊക്കെ ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. അതൊക്കെ ഒരു ഓർമ്മയാണ്. കഴിഞ്ഞതിന് ഒരിക്കലും മറക്കരുതല്ലോ. അത് നമ്മൾ പറയും, നമുക്ക് കഴിഞ്ഞ കാലം ചിലപ്പോൾ ദുഃഖകരമായിരിക്കും, ചിലപ്പോൾ നല്ല സന്തോഷകരമായിരിക്കും. പക്ഷേ ഏതായാലും നമ്മളതിനെ ഇടയിലൊക്കെ ഓർത്തി വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ഫോട്ടോസുകളൊക്കെ കാണുമ്പോഴാണ് നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തു പോകുന്നത്. അങ്ങനെ വന്നപ്പോൾ ഞാൻ മീഷോ, ആമസോണിൽ നിന്നാണ് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇതുപോലത്തെ ഫ്രെയിമുകൾ. ഞാൻ ഇപ്പോൾ ഉള്ള ഞങ്ങളുടെ നല്ല നല്ല മൂമെൻറ്റ്സൊക്കെ ഞങ്ങളുടെ ഇടയിൽ ഫോട്ടോസ് മൊബൈലിലെടുക്കും. അതും മൊബൈലിൽ ഇങ്ങനെ ഇരിക്കും. കുറേ കഴിയുമ്പം എന്തെങ്കിലും കാരണത്തെ മൊബൈലിൽ നിന്ന് ചിലതൊക്കെ ഫോട്ടോ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ഞാൻ ഹൈദരാബാദ് എയർഫോഴ്സിലുള്ള കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു. എനിക്കിപ്പോൾ ഭയങ്കര സങ്കടം എന്ന് വെച്ചാൽ അതിൻ്റെ കമ്പ്യൂട്ടറിലായിരുന്നു. അത് മൊത്തം ഒരു പ്രാവശ്യം കമ്പ്യൂട്ടർ കേടായതോടുകൂടെ എല്ലാം അങ്ങ് പോയി. അപ്പം കുറച്ച് ഫോട്ടോസുകളൊക്കെ എൻ്റെ ഹസ്ബൻഡ് എയർഫോഴ്സിലുള്ളപ്പം ഈ ഫോട്ടോ ഇങ്ങനെയുള്ള ഒരു ഫോട്ടോയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ എയർഫോഴ്സിൽ വർക്ക് ചെയ്തെന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു ഫോട്ടോസൊക്കെ ഉള്ളൂ. ഇത് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഓർമ്മയായിട്ട് എടുത്തു വെച്ചതാണ്. അങ്ങനെ കുറച്ച് ഫോട്ടോസുകളൊക്കെ ഞാനിങ്ങനെ വെച്ചതുകൊണ്ട് അതിപ്പോൾ ഇതുണ്ട്. ബാക്കി കമ്പ്യൂട്ടറിലുള്ള എല്ലാ ഫോട്ടോസുകളും പോയി. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ്. അയ്യോ ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അതേപോലെ ഈ ജേണൽ പോലെ ചെയ്യണമെന്നുണ്ട്. ഓരോ വർഷം എന്തൊക്കെ നടന്നു എന്നൊക്കെ പറഞ്ഞൊരു സെറ്റായിട്ട് ജേണൽ മാതിരി ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അതിനൊക്കെ ഫോട്ടോസ് പ്രിൻ്റ് ഔട്ട് ചെയ്യണം. കുറച്ച് ജോലിയുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ പിന്നീട് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇത് എൻ്റെ കൈപ്പെട്ടു. ഇതെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ തൂക്കാം, അതേമാതിരി ഇതുപോലെയും തൂക്കാം. അപ്പോൾ ഇത് കൊടുത്തിട്ടുണ്ട്, ആണിയിൽ തൂക്കാം. പക്ഷേ ഞാൻ സാധാരണ ചെയ്യാറ്, ഞാൻ ആണി ഇങ്ങനെ ഇത്രയും ഫോട്ടോസ് ചെയ്യുമ്പോൾ അത്രയും ആണി അടിച്ച് ചുമര് മുഴുവൻ വൃത്തിയിടാവും. ഞാനത് ചെയ്യാറില്ല. ഞാൻ അതിന് വേണ്ടിയിട്ട് നല്ല സ്ട്രോങ് ടാപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചിട്ടാണ് എടുക്കുന്നത്. സെലോ ടാപ്പ് മാതിരി ഇപ്പോൾ ഡബിൾ ടാപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ ഫോട്ടോസുകളൊക്കെ. അപ്പോൾ ഇതാണെങ്കിൽ കട്ടിയില്ല, അപ്പോൾ നല്ല സുഖമായിട്ട് ഒട്ടിയിട്ട് വരും. അപ്പോൾ ഇതിൽ എൻഗേജ്മെൻറ്റിൻ്റെ നല്ല നല്ല ഫോട്ടോസുകൾ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ച് നല്ലൊരു സെറ്റപ്പ് ആക്കിയിട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഞാൻ ആൽബത്തിലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു.
അപ്പോൾ അത് കാണിച്ചതിന് ശേഷം അതിലുള്ള കുറച്ച് ഫോട്ടോസുകൾ എടുത്തിട്ട് ഇതേപോലെ ചുമരിൽ ഒരു എൻഗേജ്മെൻറ്റിൻ്റെ ഒരു സെറ്റപ്പ് മാതിരി ചെയ്യുക. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഓർമ്മയാണ് ഇത് കാണുമ്പോൾ എൻഗേജ്മെൻറ്റിൻ്റെ പഴയ ഒരു ഫോട്ടോസുകൾ. നമ്മൾ വീടുകളിൽ പല സ്ഥലങ്ങളും നമ്മൾ വെറുതെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന സ്ഥലത്ത് ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ ആ റൂമും ഭംഗിയായിരിക്കും, നമുക്ക് എപ്പോഴും ഒരു ഓർമ്മയുമായിരിക്കും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അതുപോലെ ചെയ്തു നോക്കുക. ഇനിയുള്ള കാലങ്ങളിൽ ജനറേഷനിൽ എനിക്ക് പറയാനുള്ളത് ഇതുപോലെ ഫ്രെയിം ചെയ്തെടുക്കുന്നതാണ്. ഈ ആൽബത്തിന് കൊടുക്കുന്ന കാശോട് നിങ്ങൾ അതുപോലെ ഫ്രെയിം ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കതൊരു ഓർമ്മ തന്നെയായിരിക്കും. ഒരു ചുമരിൽ 2-3 ഫോട്ടോ വയ്ക്കാതെ ഫുൾ ഒരു സെറ്റപ്പായിട്ട് വയ്ക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ആരും കല്യാണം കഴിയുമ്പോൾ ഉള്ളൊരു ഹരം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ആൽബങ്ങളെല്ലാം പെട്ടിയുടെ അടിയിലോ അലമാരീൻ്റെ അടിയിലോ അല്ലെങ്കിൽ അലമാരിയുടെ മേലെയോ പൊടി പിടിച്ച് ഇങ്ങനെ കിടക്കും കുറേ വർഷമായിട്ട്. ആരും ഒന്നും നോക്കത്ത് പോലുമില്ല. എൻ്റെ കൊല്ലത്തും ഇതുപോലെ കൊല്ലത്തെ 2 ആൽബം എൻ്റെ കയ്യിലുള്ളത്. പക്ഷേ എൻഗേജ്മെൻറ്റിൻ്റെ ഒരു ആൽബം അവിടെയുള്ള അവിടെ ഇതുപോലെ ഇങ്ങനെ കിടക്കുക പൊടി പിടിച്ചിട്ട് ആരും നോക്കാതെയും ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അതും ഇതുപോലെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കേട്ടോ. ഞാൻ അപ്പോൾ ഫസ്റ്റ് ആൽബം കാണിക്കാം. ഇതിൽ നിന്ന് ഞാൻ കുറേ ഫോട്ടോസ് എടുത്തു. കുറേ ഫോട്ടോസ് ഞാൻ ഇപ്പോൾ എടുത്തു കഴിഞ്ഞു. അന്നത്തേക്ക് എൻ്റെ കോലം ദൈവമേ സഹിക്കാൻ വയ്യ. അന്ന് ചെറിയ പ്രായമാണ് കേട്ടോ ആ സമയത്ത്. ഇത് എൻ്റെ ചേട്ടൻ, അമ്മ, അച്ഛൻ ഒക്കെയാണ്. ഇത് നിങ്ങൾക്കറിയാലോ എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ട് അന്നേരം നടക്കുന്ന ചടങ്ങുകളൊക്കെയാണ്. ഇതൊന്നും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും അറിയത്തുപോലുമില്ല. അന്ന് വീട്ടിൽ വെച്ചാണ് എൻഗേജ്മെൻറ്റ് എൻ്റെ നടത്തിയത്. തിരുവനന്തപുരം വീട്ടിൽ വെച്ചിട്ടായിരുന്നു. ഒരുപാട് ആളുകൾ ഒക്കെ ഓഫീസിനും, എൻ്റെ അച്ഛൻ ഏജീസ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ആളുകളൊക്കെ ആയിരുന്നു. ഇത് അനിയനാണ്. അനിയനും ചേട്ടനും ഒരേ ഡ്രസ്സാണ് ഇട്ടത്. ഇത് എൻ്റെ വീട്ടുകാരാണ്. ഇതൊക്കെ എൻ്റെ അയൽവാസികളാണ്. പിന്നെ ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അമ്മ, അനിയൻ, അവർ 3 പേരെ അന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ നമ്മളെ ഫാമിലി വലിയ ഫാമിലിയാണ് കേട്ടോ. ഇതെൻ്റെ കസിൻസാണ്. ഈ ഫോട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര എപ്പോഴും ഇമോഷണലായിട്ട് ഒരുപാട് കരച്ചിൽ വരും ഇത് കണ്ടു കഴിഞ്ഞാൽ. ഇത് എൻ്റെ ഫ്രണ്ട് രജനി. ഇപ്പോൾ ഇവൾ ജീവിച്ചിരിപ്പില്ല. അവൾ ഞങ്ങളെ വിട്ടു പോയി. കുറേ വർഷമായി. ഞാൻ അറിയുന്നത് തന്നെ കുറേ കാലത്തിന് ശേഷമാണ്. ഇതെൻ്റെ ഫ്രണ്ടായിരുന്നു കോളേജിലെ. ഇത് വീടിൻ്റെ അടുത്തുള്ളതാണ്. ഇവർ 2 പേരും വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരാണ്. പക്ഷേ ഇതിൽ രജനി എപ്പോഴും കാണുമ്പോൾ എനിക്ക് കല്യാണത്തിനും എൻഗേജ്മെൻറ്റിനും വീഡിയോയിലൊക്കെ അവളെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. കാരണം നമ്മളെ കൂടെ നിന്നൊരാൾ നമ്മളെ ഇല്ല എന്ന് തോന്നുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ, അത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. ഇതൊക്കെ അച്ഛൻ്റെ ഓഫീസിലുള്ള ആളുകളൊക്കെയാണ്. അത്രയേ ഉള്ളൂ ഈ ആൽബം എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ വാങ്ങിയ ഫ്രെയിം എന്ന് പറയുന്നത്. ഇത് ഈ ഒരു വശത്ത് ഇതുപോലെ ക്ലിപ്പ് ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ഇത് ഇളക്കിയെടുക്കുക. സോറി ഇവിടെ ഒരു കണ്ടോ, ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഈ ഒരു ഷീറ്റ് എന്ന് പറയുന്നത് അവർ ഇതിൻ്റെ മുകളിൽ ഒരു ഇത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും. അതങ്ങ് പറിച്ചെടുക്കുക. ഉണ്ടോ, ഇവിടെ ഞാൻ എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇത് ഗ്ലാസ് പോലെയുള്ള ഒരു ഫൈബർ പോലത്തെ ഒരു സാധനം കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഈ ഫോട്ടോ ഇങ്ങനെ വയ്ക്കുകയാണ്. അത് നമ്മൾ സൈസ് നോക്കി അതിനനുസരിച്ചിട്ട് എടുക്കുക. മാക്സിമം അതേപോലത്തെ സൈസുകൾ കിട്ടും. ഏകദേശം അതേപോലെ തന്നെയാണ് ഈ മീഷോയിലായാലും ആമസോണിലായാലും വരുന്നത്, നമ്മൾ ആൽബത്തിനൊക്കെ അനുസരിച്ച്. അപ്പോൾ ഇതുപോലെ അകത്തേക്ക് വെച്ചതിന് ശേഷം നിങ്ങൾ ശരിക്കും നോക്കുക ഫോട്ടോ. കണ്ട ഇപ്പം ആ ഒരു അല്ലാത്ത ഫോട്ടോ
ഇങ്ങനെയുള്ള ഒരു ഫോട്ടോവും ഇതും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാകും. ഇത് ഒന്നുകൂടെ ഗ്ലാസ്സിൽ വരുമ്പോൾ ഒരു ഭംഗിയാണ്. ഇപ്പോൾ ആൽബത്തിൽ കാണുന്നതിനേക്കാളും നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇത് എന്നിട്ട് ഇത് ശരിക്കും നല്ല ഫോഴ്സാക്കി വെക്കുക. നിങ്ങൾക്ക് ആണി അടിക്കണത്, എനിക്ക് ആണി അടിക്കുന്നതിൽ വലിയ താല്പര്യമില്ല സത്യം പറയുമല്ലോ. എന്തെങ്കിലും അത്രയും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ആണി അടിക്കത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അത് നല്ലോണം ഫിക്സ് ആവും, പിന്നെ വീഴത്തില്ല. അപ്പോൾ ഇത് കണ്ടോ, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോട്ടോ ഇതുപോലെ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ഇത് നല്ലൊരു അട്രാക്റ്റീവാണ് കാണാൻ. നമ്മൾ ആൽബത്തിനുള്ളതിനേക്കാളും നല്ല ഭംഗിയാണ് ഓരോ ഫോട്ടോവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇതേപോലെ നല്ല രസമാണ്. ഈ സത്യം പറഞ്ഞാൽ നല്ല അടിപൊളി ടൈം പാസ്സാണ് കേട്ടോ. കൈയൊക്കെ നല്ല വേദനിക്കും, എന്തെങ്കിലും വെച്ചിട്ട് എടുക്കുക കേട്ടോ. ഇത് ഈ ഒരു ഫ്രെയിം മേടിക്കുക, ഇതേപോലെ എടുത്ത് കളയുക. ഇതുണ്ടാവും. ആദ്യം സത്യം പറഞ്ഞാൽ ഫസ്റ്റ് വന്ന സമയത്ത് ഇത് എനിക്ക് ഒന്നും അറിയുന്നില്ലായിരുന്നു കേട്ടോ. ഇത് സംഭവം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പിന്നീടാണ് അതിൻ്റെ നമുക്ക് ഓരോന്ന് ആദ്യം മേടിക്കുമ്പം എല്ലാം ഒരു തലതിരിപ്പാണല്ലോ. ശരിക്കും പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. അപ്പം ഞാൻ എന്താ ഫോട്ടോ, ഹസ്ബൻഡിൻ്റെ ഫോട്ടോ കണ്ടോ, ഞാൻ ഇങ്ങനെ കാണിക്കുന്നതും ഇപ്പം ഈ ഒരു ഫോട്ടോ കണ്ടോ, ഇങ്ങനെയുള്ളതും ഇതിങ്ങനെ വെച്ച് ഇതാ ഇതുപോലെ നല്ല ഒരു ഇങ്ങനെ വയ്ക്കുക. ഉണ്ടല്ലേ, ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കാര്യം. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇത് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത്രയും ഫോട്ടോസേ ഞാൻ ചെയ്യുന്നുള്ളൂ. കാരണം എൻ്റെ വോള് അത്രയും കപ്പാസിറ്റിയേ ഉള്ളൂ. ഒരു സൈഡ് വെച്ചാണ് ഞാൻ എടുത്തത്. അതും കൂടെ ഞാൻ കാണിക്കാം. ഞാൻ ആദ്യം കുറേ കാര്യങ്ങൾ പതുക്കെ ഞാൻ ചെയ്യില്ല. എല്ലാം കൂടെ ഒന്നിച്ച് മേടിക്കുമ്പോൾ നമ്മൾക്ക് കയ്യിൽ എത്രയും എമൗണ്ടൊക്കെ പെട്ടെന്ന് നമുക്ക് സെറ്റാവില്ല. ഒരുപാടൊക്കെ മേടിച്ച് ചെയ്യുമ്പോൾ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഇതുപോലെ കയ്യിൽ കാശ് വരുന്ന സമയത്ത് ഫ്രെയിം മേടിച്ച് ഞാൻ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കും. അതിനുശേഷം എനിക്കൊരു എയിം ഉണ്ടാവും, ഞാൻ ഇത് ചെയ്യണം, ഇത്രയും ഇതാക്കണം എന്നുള്ളത്. അതിനനുസരിച്ച് ഞാൻ പതുക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുള്ളൂ. അല്ലാതെ പെട്ടെന്ന് എല്ലാം കൂടെ വാങ്ങി നമ്മളെ ബഡ്ജറ്റും എല്ലാം കൂടെ ഒരു മാസമൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മളെ കൊണ്ട് പറ്റത്തില്ല, മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ ഇതാ ഞാൻ എല്ലാ ഫ്രെയിമും ചെയ്തു വെച്ചിട്ടുണ്ട്. കാണാം, കണ്ടോ? ഇത് ഞാൻ ഇപ്പം വാങ്ങിയ ഫ്രെയിമാണ്. അതിൻ്റെ മുന്നേ വാങ്ങിയ ഫ്രെയിം ഞാൻ ഓൾറെഡി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിക്കാം. അപ്പോൾ ഈ ഒരു റൂമിലാണ് ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതേപോലെ നമ്മൾ ഏതെങ്കിലും ഒരു സ്പേസ് എടുക്കുക, അവിടെ നമ്മളിതുപോലെ സെറ്റ് ചെയ്ത് വെക്കുക. എപ്പോഴും ഒരു ഓർമ്മയാണ്. അപ്പോൾ ഞാൻ എന്താ കാണിക്കാം. ഇതാണ് സംഭവം. കണ്ടോ, എന്ത് രസമായിട്ടുണ്ട് കാണാൻ, അടിപൊളിയായിട്ടില്ലേ? ഇനിയിപ്പോൾ ഞാനിപ്പോൾ ചെയ്തത് ഞാൻ ഇവിടെ ഫിക്സ് ചെയ്യും. അതിനനുസരിച്ച് ഇതിൽ കൂടെ കുറച്ചുകൂടെ ഉയരം ഞാൻ കുറച്ചുകൂടെ അടുപ്പിച്ച് ചെയ്യണമായിരുന്നു. അന്നേരമുള്ള ആ ഒരു ഐഡിയ ചെയ്തതാണ് ഇത്രയും മതിയെന്നുള്ളത്. പക്ഷേ എനിക്ക് പിന്നീട് കുറച്ചുകൂടെ ചെയ്യണം തോന്നി. അങ്ങനെയാണ് വീണ്ടും വാങ്ങിയത്. ഇത് തന്നെ ഞാൻ 3 പ്രാവശ്യമാണ് ഫ്രെയിം മേടിച്ചിട്ടുള്ളത്. ഫ്രെയിം മേടിച്ച് ഞാൻ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കും. അതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത്. ഇനി എനിക്ക് കല്യാണ ആൽബം കൂടെ ചെയ്യാനുണ്ട്. അത് ഞാൻ പിന്നീടുള്ള ഒരു വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യുകയാണ്. ഇതാകുമ്പോൾ നമുക്ക് എൻഗേജ്മെൻറ്റിൻ്റെ ഇതൊക്കെ ക്ലിയർ ആയിട്ട് നമുക്കൊരു സ്പേസിൽ എപ്പോഴും നോക്കിയാൽ ആൽബം തുറന്ന് നോക്കേണ്ട കാര്യമില്ല. എനിക്കിതൊരു വലിയൊരു എന്താ പറയുക സക്സസ് ആയ പോലെയാണ് തോന്നുന്നത്. കാരണം വെച്ചാൽ എനിക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാം, ഞാൻ അല്ലാതെ കാണിക്കാം. അപ്പോൾ ആൽബത്തിലെ ഫസ്റ്റ് പേജാണ് കേട്ടോ എൻഗേജ്മെൻറ്റ്. വേണം ഞങ്ങളെ പേര് ഹരികുമാർ വിത്ത് സിത്താര, 20th November 2003 ഡേറ്റ് വരെ ഉണ്ട്. എപ്പോഴും ഓർമ്മയുണ്ടാവും, മറക്കരുത്. അപ്പോൾ ഇതേപോലെ ചെയ്യാം. ഇത് മോതിരം മാറ്റലിൻ്റെ 2 ഫോട്ടോസാണ്. പിന്നീട് എടുത്ത ഫോട്ടോസുകളാണ് കേട്ടോ. ഞാൻ ഫാമിലി ആൾക്കാരെ ഒന്നും ചെയ്തിട്ടില്ല. അത് ആൽബത്തിൽ തന്നെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. ഇത് ഞങ്ങളുടെ മാത്രമായിട്ടുള്ള ഫോട്ടോസാണ്. അപ്പോൾ ഇത് തന്നെ ഒരു കാണുമ്പോൾ ഒരു രസമല്ലേ? ഇങ്ങനെ എന്താ പറയുക, ആ ഒരു ചുമരിൽ ഇതുപോലെ കാണുമ്പോൾ നമ്മൾ ആൽബത്തിൽ എപ്പോഴും എടുത്തു നോക്കാൻ, എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ പഴയ ഫോട്ടോസൊക്കെ ഇടയിൽ നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്.
അപ്പോൾ ഇങ്ങനെ സെറ്റപ്പ് ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക ഭയങ്കര സന്തോഷമാണ്. കാരണം ഇത് എപ്പോഴും കാണാൻ പറ്റും, നമ്മുടെ ഒരു പഴയ ആ ഒരു വർഷത്തെ കാലഘട്ടം. ഇനി ഞാനിപ്പോൾ ചെയ്തത് ഞാനിവിടെ സെറ്റ് ചെയ്യും. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ കൂടെ സെറ്റ് ചെയ്യാനുണ്ട്. അതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ടല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റൂമൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര കച്ചറയായിട്ടിരിക്കുകയാണ്. അതിന് താഴോട്ട് കാണിക്കാൻ പറ്റില്ല. ഞാനിത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ.